നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളാണോ അതോ തേർഡ് പാർട്ടി ആണോ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്ന് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഒഴിവാക്കി പോസിറ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഏസ് ഓഫ് വാൻസ് ആണ്, ദ ടവർ ആണ്, 7 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, ഏസ് ഓഫ് സോഡ്സ്, ദ മൂൺ, 7 ഓഫ് വാൻസ്, പേജ് ഓഫ് കപ്സ്, the lovers, 2 of wands, 5 of pentacles. ഇവിടെ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അവിടെ അവർ 8 ഓഫ് കപ്സ് കാണിക്കുന്നത് അവർ ഇമോഷണലി ഇപ്പോൾ ഡൗൺ ആണ്. ഈ സിറ്റുവേഷൻ, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർ മൂവ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ മൂൺ കാർഡ് കാണിക്കുന്നത് അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ നിൽക്കുന്നത്. മൂൺ കാർഡ് കാണിക്കുക അത്രയും അവർ പെയിൻ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരവിടെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന്, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വരിക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അവർ നിങ്ങളിൽ നിന്നൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് ഈ ഒരു പേജ് ഓഫ് കപ്സ് എനർജിയിൽ നിന്നാണ്. അതായത് ഒരു ക്രഷിൻ്റെ പുറത്ത്, അതായത് ഇവിടെ ദ ലവേഴ്സ് കാർഡ് കാണിക്കുന്നത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രഷ്, അങ്ങനെ ഒരു ക്രഷിൻ്റെ പുറത്താണ് അവർ ഈ ഒരു റിലേഷനിലോട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് എന്നാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവർ അത്രയും നിങ്ങളും ഈ ഒരു പേഴ്സൺ തമ്മിൽ അത്രയും ഡീപ്പായിട്ടുള്ളൊരു ഇമോഷണൽ ബോണ്ടിങ്ങും കണക്ഷനും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അവരിൽ നിന്ന് ഇങ്ങനൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. അത് പെട്ടെന്ന് ഈ തേർഡ് പാർട്ടി ഇവരെ അട്രാക്ട് ചെയ്ത് ഫിസിക്കൽ അട്രാക്ഷനിലോട്ട് കൊണ്ടുവന്ന് ഇവരെ അട്രാക്ട് ചെയ്ത് ഇവരുടെ ലൈഫിലോട്ട് കൊണ്ടുപോയതായിട്ടാണ് കാണുന്നത്. അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഇതൊരു ക്രഷിൻ്റെ പുറത്താണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു പേഴ്സൺ, ഈ ഒരു തേർഡ് പാർട്ടി അവരെ വശീകരിക്കുകയും അവരുടെ ഒരു ലൈഫിലോട്ട് കംപ്ലീറ്റ്ലി കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. അവരിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ പേഴ്സണെ അവിടെ സ്റ്റക്കാക്കി നിർത്തിയ സിറ്റുവേഷനാണ് ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രഷ്, ഈ ഒരു പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു അട്രാക്ഷൻ, അതിൻ്റെ പുറത്ത് അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവരിപ്പം മാനസികമായിട്ട് അത്രയും വിഷമിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ 8 ഓഫ് കപ്സ് കാണിക്കുന്ന അവർ ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഇവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ട്, 5 ഓഫ് പെന്റിക്കിൾസും വന്നിട്ടുണ്ട്. അതായത് ടവർ കാർഡ് കാണിക്കുക ഒരു എൻഡിങ് ആണ്. അതായത് ഈ റിലേഷൻഷിപ്പ്, അതായത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ അവസാനിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. അത് ഒരു പെട്ടെന്നൊരു ആഘാതം പോലെ, അതായത് അവർ ഒരു പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷനിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇവരോട് അത്രയും ദേഷ്യപ്പെടുകയും ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ടാണ്. എന്നിട്ട് ആ ഒരു റിലേഷനിൽ നിന്നും പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ അവർ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്ത് വരികയാണ്. അവർക്ക് അവിടെ അത്രയും മടുത്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. മടുത്ത് ഇറങ്ങി പോരുന്നതായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല ഇവർ തേർഡ് പാർട്ടിയുമായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് എന്നാണ് കാണിക്കുന്നത്. മാനസികമായിട്ട് ഇവരുടെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് മാനസികമായിട്ട് ഒരു അകലത്തിലാണ് ഇവർ തേർഡ് പാർട്ടിയുമായിട്ട് നിന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് അവർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുക എന്നുള്ളൊരു എനർജി തന്നെയാണ് നിൽക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് ഇനിയൊരു റിലേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്.
അതുപോലെ നിങ്ങളോടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കാണിക്കുന്നത് 2 ഓഫ് വാൺസ് ആണ്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്നും പുറത്ത് വരുന്നതിന് പ്രധാന കാരണം അവർക്ക് നിങ്ങളെ ഇപ്പോൾ അത്രയും മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവരവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചു. ഓക്കെ, നിങ്ങളുടെ ഒരു നഷ്ടം അവർക്ക് എത്രത്തോളം പെയിൻഫുൾ ആയിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അതുപോലെ അവിടെ ഏസ് ഓഫ് സോഴ്സും ഏസ് ഓഫ് വാൺസും കാണിക്കുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരും, ഒരു ന്യൂ ബിഗിനിങ് വരും എന്നുള്ളതാണ്. കാരണം അവിടെ ആ സിറ്റുവേഷൻ എൻഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ബോട്ടം എനർജി വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡും വന്നിട്ടുള്ളത് 2 ഓഫ് കപ്സ് ആണ്. അതും ഇമോഷണൽ ബോണ്ടിങ് ആണ്. നിങ്ങൾ സോൾമേറ്റ്സ് ആയിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, സോൾമേറ്റ്സ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം പേഴ്സൻ്റെ. തേർഡ് പാർട്ടിയോടുള്ള മെസ്സേജ് ആട്ടോ നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് കേട്ടോ. അവരിപ്പോൾ സ്ലീപ്ലെസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ നന്നായിട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അവർ ലവ് ഈസ് റിയൽ എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹം അത് റിയൽ ആണ് എന്നാണ് പറയുന്നത്. നമുക്കിനി നിങ്ങളോട് പേഴ്സണലുള്ള ഫീലിങ്സ് എന്താ നോക്കാം. സിക്സ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് സോഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്, ഏസ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് വാൺസ്, പേജ് ഓഫ് പെന്റിക്കിൾസ്, 2 ഓഫ് കപ്സ്. ഇവിടെ 2 ഓഫ് വാൺസ് ആണ്. മിസ്സിങ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നേരത്തെ വന്ന കാർഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ 6 ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെ പോയാലും, ഏത് റിലേഷനിൽ പോയാലും അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ നിന്നും അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളെ ഈ ഒരു മിസ് ചെയ്യുന്ന എനർജിയിൽ അവർ ഇപ്പോഴും ഉണ്ടാവും. ഓക്കെ, അവർക്ക് നിങ്ങളില്ലാതെ പറ്റാത്തൊരു ടെൻഡൻസി, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്തൊരു അസ്വസ്ഥത എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവർ അസ്വസ്ഥരായിരിക്കും. അവർക്കൊരിക്കലും അവിടെ മനസ്സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 കപ്സും സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ്ങിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ അവർ ഈ റിലേഷൻ തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ റിലേഷൻ വേണം. അവർ ഈ റിലേഷൻ തിരിച്ച് പിടിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ്. അതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോട് അത്രയും ഇമോഷണൽ ബോണ്ടിങ് ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. ഇതുവരെ അവർ നിങ്ങളിൽ നിന്ന് ഇവിടെ പല ഓപ്ഷൻസും കണ്ട്, അതായത് ഇവിടെ ഒരു 7 ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. അവർ നിങ്ങളെക്കാൾ പ്രാധാന്യം മറ്റുള്ളതിന് കണ്ടു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ അതിൻ്റെ നിങ്ങളുടെ ആ ഒരു വാല്യൂ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തീരുമാനത്തിലോട്ട് അവർ വന്നിട്ടുണ്ട്. അവർക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് എനർജി കാണിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ
വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ ഏസ് ഓഫ് സോഡ്സും ഏസ് ഓഫ് വാൺസും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. നേരത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ് എടുത്തപ്പോൾ അവിടെ നിങ്ങളുടെ ഭാഗത്തോട്ടുള്ള, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുള്ള രീതിയിൽ ഈ രണ്ട് കാർഡ്സും ഒരുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിലേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നാണ്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവും എന്ന് തന്നെയാണ് സ്ട്രോങ് ആയിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. മൈ വേൾഡ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. സോറി എന്ന് പറയുന്നുണ്ട്. അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്ത് നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അത്രയും വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് സോറി പറയുന്നു. പ്രോമിസ് എന്നാണ് പറയുന്നത്. ഇനി അവർ നിങ്ങളിൽ തന്നെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ അവർ ഇനിയൊരു ഇതുപോലെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷനിലോട്ട് അവർ പോവില്ല എന്നുള്ള ഒരു പ്രോമിസാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നത്. സ്പാർക്ക് എന്നാണ് പറയുന്നത്. ഇത് ആ ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ കാർഡ് തന്നെയാണ്. നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു സ്പാർക്ക് അവർക്ക് മറ്റാരിലും കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെയും അവർക്കൊരു മനസ്സമാധാനമോ സന്തോഷമോ ഒന്നും കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു റിയൂണിയൻ്റെ ഒക്കെ ഒരു ടൈം ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. യെസ് എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരുന്ന ഒരു ടൈം തന്നെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ ഏഞ്ചൽസ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1993, ലെറ്റർ ഡി, ലെറ്റർ എസ്, രേവതി, സെപ്റ്റംബർ, മൂലം, 1987, 1989, ചിത്തിര, 1991, 1992, പൂരം, ലെറ്റർ എം, ഒക്ടോബർ, ചതയം, മകം, 2001. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.